രാവിലെ തുറക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആണ് അല്ലേ. നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ഇപ്പോൾ ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ പേര് തന്നെ കാണാമായിരുന്നു. എന്താണത്? മാത്സ് ഫോർ നീറ്റ് എന്നാണ് ആ പേരിട്ടിരിക്കുന്നത് അല്ലേ. എന്താണ്? ഇറ്റ് ഈസ് എ നെയിം കോൾഡ് ആസ് മാത്സ് ഫോർ നീറ്റ്. ഓക്കെ, യെസ്, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ. അത് ക്ലിയർ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാത്സ് ഫോർ നീറ്റ് എന്നാണ് നമ്മൾ ആ വീഡിയോൻ്റെ ടൈറ്റിൽ വരെ കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ മാത്സ് ഫോർ നീറ്റ്? ഇപ്പോൾ നീറ്റിന് എന്തിനാണ് മാത്സിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്? നീറ്റിൽ മാത്സിൻ്റെ പ്രാധാന്യം വരുന്ന ഒരൊറ്റ പോയിന്റിലാണ്. അതെന്താണ്? ദ പോയിന്റ് ഈസ് ദാറ്റ് എന്താണ് വരുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെയാണ് വരുന്നത്? അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഫിസിക്സിലും കെമിസ്ട്രിയിലുമാണ് അല്ലേ. അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എവിടെയാണ്? ഇൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും പലപ്പോഴും മാത്തമാറ്റിക്സിൻ്റെ ആവശ്യം വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്തമാറ്റിക്സിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് പ്രോബ്ലം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രോബ്ലംസിലെല്ലാം മാത്തമാറ്റിക്സ് വരും. ഇന്ന് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? എക്സ്പൊണൻസ് ആണ് അല്ലേ. നമ്മൾ കവർ ചെയ്യുന്നത് എക്സ്പൊണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ആദ്യം തന്നെ ഈ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം ഞാനൊന്ന് പറയാം. എന്താണ് ഈ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം വരുന്നത്? ഈ ടോപ്പിക്കിൻ്റെ പ്രാധാന്യം വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു. ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 0.045 എന്നൊരു ആൻസറാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ ഈ ആൻസർ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എവിടെ കാണാൻ പറ്റില്ല? നമുക്ക് ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവുക എന്തായിരിക്കും? 4.5 × 10⁻² എന്നായിരിക്കും. ഓപ്ഷനിൽ ഉണ്ടാവുന്നത് 4.5 × 10⁻² എന്നായിരിക്കും. സോ വി മസ്റ്റ് ബി ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്താണ് 0.045 എന്ന് എങ്ങനെയാണ് 4.5 × 10⁻². ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സയൻറ്റിഫിക് നൊട്ടേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ സയൻറ്റിഫിക് നൊട്ടേഷനെ പറ്റി കൃത്യമായൊരു ധാരണയില്ലാതെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് സാധ്യമല്ല. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് സയൻറ്റിഫിക് നൊട്ടേഷൻ. സോ ഐ വിൽ ബി സ്റ്റാർട്ടിങ് അബൌട്ട് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് സയൻറ്റിഫിക് നൊട്ടേഷൻ. സോറി, എം എൽ എ വരിക. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നമ്പർ ഈസ് റിട്ടൺ ഇൻ ദിസ് ഫോർമാറ്റ്. എങ്ങനെ? a × 10⁻B എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് പറയുക? സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്? സേ ഇപ്പോൾ 4 × 10⁻² എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു നമ്പർ എഴുതുന്ന കാര്യം പറഞ്ഞല്ലോ അല്ലേ. നമുക്കിവിടെ കാണാം, ഇവിടെ ബി എന്നൊരു നമ്പറായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ബി എന്നൊരു നമ്പറിന് രണ്ട് പോസിബിലിറ്റീസാണുള്ളത്. എന്താണത്? ബി എന്ന് പറയുന്ന നമ്പറിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഐദർ ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് നമ്പർ ഓർ ഇറ്റ് ക്യാൻ ബി എ നെഗറ്റീവ് നമ്പർ. ഇതിന് എന്താവാൻ പറ്റും? ഇതിന് ഐദർ ഒരു പോസിറ്റീവ് നമ്പർ ആവാൻ പറ്റും, അതല്ലെങ്കിൽ അതിനൊരു നെഗറ്റീവ് നമ്പർ ആവാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ എന്താണ് അതിൽ വരാൻ പോകുന്ന കാര്യം, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൽ എങ്ങനെയാണ് അതിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു നമ്പർ വരികയാണ്. സേ 4.3 × 10⁻4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഈ സാധനത്തിന് നമ്മൾ വലുതാക്കി എഴുതുക അല്ലെങ്കിൽ മാറ്റി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വി ക്യാൻ സീ ദാറ്റ് ഈ പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഈ പോയിൻ്റ് ഇവിടെ നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ, ഇഫ് ദ നമ്പർ ഇസ് പോസിറ്റീവ് ദ ഡെസിമൽ പ്ലേസ് ഷുഡ് മൂവ് ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, ഈ പറഞ്ഞ ബി എന്ന് പറയുന്ന ഒരു ഭാഗം പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ദ ഡെസിമൽ പ്ലേസ് should move towards right.
റൈറ്റ്. ഇത് റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. ഓക്കെ, ഇത് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ ഈ ഡെസിമൽ പ്ലേസ് ഷുഡ് മൂവ് ടുവേർഡ്സ് ദ റൈറ്റ്. അതേസമയം നമുക്കിത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഈ സാധനം നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഇത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ സേ ദാറ്റ് ദ ഡെസിമൽ പ്ലേസ് should move towards left. അത് ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? മൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ക്യാൻ ബേസിക്കലി സേ ദാറ്റ് നമ്മളൊരു നമ്പർ എഴുതി കഴിഞ്ഞാൽ a ഇൻറ്റു ബി, a ഇൻറ്റു 10⁻b എന്നാണ് ഞാൻ എഴുതുന്നതെങ്കിൽ ആ ബീൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ദ ഡെസിമൽ പ്ലേസ് ഷുഡ് മൂവ് ടുവേർഡ്സ് റൈറ്റ്, ആൻഡ് ബീൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ദ ഡെസിമൽ പ്ലേസ് ഷുഡ് മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കൊരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതല്ലേ. ഇപ്പോൾ ഞാൻ വെറുതെ ഇപ്പോൾ ഇത് തന്നെ എടുക്കാം. ഇങ്ങനെ ഒരു നമ്പർ തന്നെ എടുക്കാം. ഐ എം ടേക്കിംഗ് ദ നമ്പർ ടു ബി 2.1 ഇൻറ്റു 10⁻³ എന്നാണ് ഞാൻ എഴുതുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിയാൽ 2.1 എന്നതാണ് എൻ്റെ ഇവിടെ വരുന്ന പാർട്ട് വരുന്നത് അല്ലേ. ഈ വരുന്ന ഭാഗം എന്ന് പറയുന്നത് 2.1 ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ വരുന്ന നമ്പർ എന്താ? 3 എന്ന് പറയുന്ന നമ്പർ എന്താ വരുന്നത്? ഇറ്റ് ഇസ് എ പോസിറ്റീവ് നമ്പർ ഓർ എ നെഗറ്റീവ് നമ്പർ. അതെന്താണ്? പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ? അതെന്താണ്? അതൊരു പോസിറ്റീവ് നമ്പറാണ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ പ്ലേസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? റൈറ്റിലോട്ട് മൂവ് ചെയ്യണോ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണോ? എങ്ങോട്ട് മൂവ് ചെയ്യണം? ഒന്ന് സ്വയം പറഞ്ഞു നോക്കൂ. ഇറ്റ് ഷുഡ് മൂവ് ടുവേർഡ്സ് റൈറ്റ് അല്ലേ. അപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ വരുന്ന ആൻസർ ഇനി എത്ര മൂവ് ചെയ്യണം? എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം? 2.3 ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം? 2.3 ഇൻറ്റു 10⁻³ എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം? യെസ്, ഇറ്റ് ഷുഡ് മൂവ് 3 ടൈംസ് അല്ലേ. എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം? 3 പ്രാവശ്യം മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഈ 3 പ്രാവശ്യം മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 2.1 എന്ന് പറയുമ്പോൾ 2 പോയിൻ്റ് ഇവിടെയാണല്ലോ കിടക്കണേ, ഇവിടെ 1 ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റ്സ് ഇല്ല. അത് കഴിഞ്ഞാൽ ശരിക്കും ഡിജിറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമുക്ക് എത്ര 0 വേണമെങ്കിലും എഴുതാം. ഇത് പണ്ട് ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് അല്ലേ. ഡെസിമൽ പ്ലേസിന് ശേഷം എത്ര 0 എഴുതിയാലും ദ വാല്യൂ ഡസൻറ്റ് ചേഞ്ച്. ഡെസിമൽ പ്ലേസിന് മുമ്പാണെങ്കിൽ എത്ര 0 എഴുതിയാലും ദ വാല്യൂ ഡസൻറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ആശയത്തിനാണ് അത് തുടങ്ങുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം ചാടണം? 3 തവണ ചാടണം. അപ്പോൾ ഇത് എത്രയായി? 1 തവണ. അത് കഴിഞ്ഞാൽ 1, 2, 3. അപ്പോൾ ഇത് എവിടെ വന്ന് അവസാനിക്കണം? ഇവിടെ വരണം അല്ലേ. ഒന്നും കൂടെ നോക്കി അതൊന്ന് ചാടുന്നത് നമുക്ക് വരയ്ക്കാം അല്ലേ. ഞാൻ ആ ജമ്പ് ഒന്ന് വരയ്ക്കാം. നോക്കി 1, 2, 3. അപ്പോൾ ഇവിടെ വരെ വരും. അപ്പോൾ നോക്കുമ്പോൾ നമ്പർ ഇപ്പോൾ എത്രയായി മാറി? എന്നാലോചിച്ച് നോക്കിയേ. വാട്ട് ഈസ് ദ നമ്പർ? ദ നമ്പർ ഇസ് നൗ 2100. ക്ലിയർ ആയോ? ദ നമ്പർ ഇസ് നൗ 2100. വളരെ സിമ്പിൾ കോൺസെപ്റ്റാണ്. പക്ഷേ പലർക്കും ഇപ്പോൾ ഈവൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുട്ടികൾക്കടക്കം തെറ്റിപ്പോകുന്നൊരു ചെറിയ കോൺസെപ്റ്റാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. എന്താണ്? 2.1 ഇൻറ്റു 10⁻³ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വലൻ ടു 2100. ഇറ്റ് ഈസ് ഈക്വലൻ ടു 2100. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിത് എന്തായി? നമുക്ക് 2100 എന്ന നമ്പർ കിട്ടി. ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുകയെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം അല്ലേ. നമുക്ക് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്നും കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദ നമ്പർ ഇസ് ഗോയിങ് ടു ബി സംതിങ് ലൈക്ക് ദിസ്. ഇപ്പോൾ സേ ഒരു 2 പോയിൻ്റ് എടുക്കണ്ട അല്ലേ, നമ്മൾ വേറൊരു നമ്പർ എടുക്കാം. 3.7 ഇൻറ്റു 10⁻³ വേണ്ട, -4 എന്ന് വിചാരിക്കാം. 3.7 ഇൻറ്റു 10⁻⁻4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അഗെയിൻ നമുക്ക് നോക്കി. അപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു 10⁻⁴ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതൊരു സയൻറ്റിഫിക് നൊട്ടേഷനാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് നോക്കണം? ആദ്യം തന്നെ ഇവിടുത്തെ നമ്പർ നോക്കണം. എന്താ ചെക്ക് ചെയ്യേണ്ടത്? വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമ്മളതിനെ ചെക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ നോക്കിയേ, ഇവിടെ ഏതാ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ വരുന്നത് എന്താ? നെഗറ്റീവ്. ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് നെഗറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ എങ്ങോട്ടാണത് മൂവ് ചെയ്യേണ്ടത്? വലത്തോട്ട് മൂവ് ചെയ്യണോ ഇടത്തോട്ട് മൂവ് ചെയ്യണോ? ചെക്ക് ചെയ്യുക. എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്? റൈറ്റോ ലെഫ്റ്റോ? നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, നമ്മുടെ നമ്പർ എഴുതുമ്പോൾ വാട്ട് ഈസ് മൈ നമ്പർ? 3.7 എന്നാണ് എൻ്റെ നമ്പർ അല്ലേ. നമുക്കറിയാം ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഐ ക്യാൻ ആഡ് ആസ് മെനി സീറോസ് ആസ് ഐ വാണ്ട്. എത്ര സീറോ വേണമെങ്കിലും എനിക്ക് എഴുതാം. അതേസമയം ഡെസിമൽ പോയിൻറ്റിന് മുമ്പാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എത്ര സീറോ വേണമെങ്കിലും എനിക്ക് എഴുതാം. ക്ലിയർ ആയോ? ഡെസിമൽ പോയിൻറ്റിന് ശേഷമാണെങ്കിൽ എനിക്ക് എത്ര സീറോ വേണമെങ്കിലും എഴുതാം. ഡെസിമൽ പോയിൻറ്റിന് മുമ്പാണെങ്കിൽ നമുക്ക് എത്ര സീറോ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി.
ദിസ് വിൽ ബി റിട്ടേൺ സംതിങ് ലൈക്ക് ദിസ്. എനിക്ക് ഇങ്ങനെ ഇത്ര സീറോ ഞാൻ എഴുതി എന്നുള്ളതിന് കണക്കൊന്നുമില്ല കേട്ടോ, ഞാൻ വെറുതെ എഴുതുന്നതാണ്. എനിക്ക് 5 എണ്ണം എഴുതാം, 4 എണ്ണം എഴുതാം, 2 എണ്ണം എഴുതാം, 1 എണ്ണം എഴുതാം, 15 എണ്ണം എഴുതാം, 100 എണ്ണം എഴുതാം, 1000 എണ്ണം എഴുതാം, എത്ര എണ്ണം വേണമെങ്കിൽ എനിക്ക് എഴുതാം. എത്ര എണ്ണം എഴുതിയാലും 3.7ൻ്റെ വാല്യൂ എത്രയായിട്ട് തന്നെ നിൽക്കും? 3.7 ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഇനി അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 3.7ൻ്റെ മുൻപ് അല്ലേ, 3.7ൻ്റെ മുൻപോട്ട് പോകണം. നമ്മൾ നോക്കി ഇറ്റ് ഷുഡ് മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ ലെഫ്റ്റിലേക്ക് ചാടുമ്പോൾ എത്ര പ്രാവശ്യം ചാടണം? ഇനി അടുത്ത ചോദ്യം, എന്താ ചോദ്യം? ആലോചിച്ച് നോക്കിയേ, എന്താ ചോദ്യം? എത്ര പ്രാവശ്യം ചാടണം അല്ലേ? എന്താ ചോദ്യം? എത്ര പ്രാവശ്യം ചാടണം? 4 ഓട്ടം ചാടണം അല്ലേ? അപ്പോൾ ഈ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈനും ഒരു വിലയുള്ളൂ. വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നതാണ് ആരുടെ ജോലി? പോസിറ്റീവ് സൈൻ്റെയും നെഗറ്റീവ് സൈൻ്റെയും ജോലി. ഈ നമ്പറിൻ്റെ ജോലി എന്താ? എത്ര പ്രാവശ്യം പോകണം എന്നുള്ളതാണ്. ഇവിടെ +3 ആയപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ചാടി? 1, 2, 3 പ്രാവശ്യം ചാടി. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഞാൻ വലത്തോട്ട് ചാടുന്നില്ല, എങ്ങോട്ട് ചാടി? ഇടത്തോട്ട് ചാടി. ഇടത്തോട്ട് ചാടുമ്പോൾ എത്ര പ്രാവശ്യം ചാടണം? 4 ഓട്ടം ചാടണം. നോക്കി 1, 2, 3, 4 ഓട്ടം ചാടി. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി, what is the value going to be? 0.234 അല്ലേ? 0.0037. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് ദ വാല്യൂ. അപ്പോൾ നമുക്കൊരു പക്ഷേ ഇങ്ങനെ ഒരു വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ ദിസ് ഷുഡ് ബി കൺവേർട്ടഡ് ലൈക്ക് ദിസ്, ഓർ തിരിച്ചും നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ദിസ് ഇസ് ദ ഐഡിയ ഓഫ് സയൻറ്റിഫിക് നൊട്ടേഷൻ. അപ്പോൾ എല്ലാവർക്കും സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ ബേസിക്സ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എന്തിന് വളരെയധികം ഉപകാരപ്രദമായിരിക്കും? എപ്പോഴും പ്രോബ്ലം സോൾവിങ്ങിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ സിമ്പിളാണെങ്കിലും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, നൗ ലെറ്റ് us see. നമുക്കിനി അടുത്തൊരു മറ്റൊരു ബേസിക് കോൺസെപ്റ്റിലേക്ക് നമുക്കൊന്ന് പോവാം. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ ലോസ് ഓഫ് എക്സ്പോണൻസ്. ഓക്കെ, നമ്മളെന്താ നോക്കുന്നത്? ലോസ് ഓഫ് എക്സ്പോണൻസ്. ഇപ്പോൾ ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ലോസ് ഓഫ് എക്സ്പോണൻസ്? 3 ഡിഫറെൻറ്റ് ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, എത്ര ലോസ് ഓഫ് എക്സ്പോണൻസ് ആണുള്ളത്? 3 ഡിഫറെൻറ്റ് ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് നമുക്കുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആ ലോസ് ഓഫ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്? വി ആർ ഹാവിങ് 4 laws of exponents. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ഇറ്റ് ഗോയിങ് ടു ബി? a raised to m into a raised to n is equal to a raised to m plus n. ഇതാണ് നമ്മളുടെ ആദ്യത്തെ എക്സ്പോണൻ്റ് ലോ. ഓക്കെ, a raised to m into a raised to n is equal to a raised to m plus n. ക്ലിയർ ആയോ? ഓക്കെ, so a raised to m into a raised to n is equal to a raised to m plus n എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ സാധനം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവിടെ വരുന്നത്? ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ബേസ്. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് ബേസ്. വേറൊരു കളർ എടുക്കാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ബേസ്. ഇവിടെ നോക്കിയേ, ഈ 2 നമ്പേഴ്സും എന്ത് തന്നെയാണ്? ദേ ആർ ബോത്ത് ബേസ്. ഈ കാണുന്നത് എന്ത് തന്നെയാണ്? again it is base. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ എന്ത് കാണാം? all 3 of them are the same value അല്ലേ? ആ 3 എണ്ണവും എന്ത് തന്നെയാണ്? 3ഉം ബേസ് തന്നെയാണ്. ക്ലിയർ ആയോ? സോ ദറ്റ് മീൻസ് ദാറ്റ് ദിസ് ഇസ് എ ബേസ്. ഈ 3 വാല്യൂസും ഈക്വൽ ആണ്. ഇനി ഈ മുകളിൽ കാണുന്ന സാധനത്തിന് എന്താ പേരിട്ട് വിളിക്കാം? മുകളിലുള്ള സാധനത്തിന് നമ്മൾ മറ്റൊരു പേരിട്ട് വിളിക്കാം. വാട്ട് ഈസ് ദാറ്റ് കോൾഡ് ആസ്? ദിസ് ഇസ് കോൾഡ് ആസ് യുവർ എക്സ്പോണൻറ്റ്. ഇപ്പോൾ ഈ കാണുന്ന സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻറ്റ്. ക്ലിയർ ആയോ? ഇതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് ബേസും ഉണ്ട്, അതുപോലെ തന്നെ മറ്റൊരു സാധനം ഉണ്ട്. അതെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്സ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ബേസായിട്ട് വരുന്നത്, അപ്പോൾ നമുക്ക് ഈ ലോ അപ്ലിക്കബിൾ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്ന് പറയുന്നത്? ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ദ ബേസ് ഷുഡ് ബി സെയിം. ഇറ്റ് ഈസ് ദാറ്റ് ദ ബേസ് ഷുഡ് ബി സെയിം. ഒരേ ബേസ് ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ബേസ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പം നമ്മളൊരു പ്രോബ്ലം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിനി ഒരു പ്രോബ്ലം എടുത്ത് വെച്ച് കമ്പയർ ചെയ്യാം. സേ 2 raised to 3 into 2 raised to 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് 2 raised to 3 into 2 raised to 7? എന്തായിരിക്കും എൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? എന്നാലോചിച്ച് നോക്കൂ. വാട്ട് ഈസ് ദ വാല്യൂ? നമ്മൾ നോക്കുക, നമ്മുടെ ആൻസർ 2 raised to n എന്നായിരിക്കും നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ? നമ്മളെങ്ങനെ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക? 2 raised to n എന്നായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 2 raised to n എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം ഈ എന്നിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 3 + 7 അല്ലേ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 3 + 7. അപ്പോൾ നോക്കുന്ന സമയത്ത് 3 + 7 is equal to 10. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക? മൈ ആൻസർ ഇസ് ഗോയിങ് ടു ബി 2 raised to 3 + 2 raised to 7 which is equal to 2 raised to 10.
ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ലോസ് ഓഫ്. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് വി ഹാവ് ദ സെയിം ബേസ്. ഈ ബേസ് സെയിം ആണെങ്കിൽ മാത്രമേ എനിക്ക് ഈ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഈസ് കോൾഡ് ആസ് യുവർ ഫസ്റ്റ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. ദിസ് ഈസ് കോൾഡ് ആസ് യുവർ ഫസ്റ്റ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിനി അടുത്ത ലോസ് ഓഫ് എക്സ്പോണൻസിലേക്ക് പോവാം. സോ വി വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. വി വിൽ മൂവ് ഓൺ ടു ദ സെക്കൻഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. We will move on to the second law of exponent. എന്താണ് സെക്കൻഡ് ലോ വരുന്നത്? a raised to m divided by a raised to n is equal to a raised to m minus n. a raised to m divided by a raised to n is equal to a raised to m minus n എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തായിരുന്നു റൂൾ വന്നത്? a raised to m ഇൻറ്റു a raised to n. ഇവിടെ എന്താ വന്നത്? മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ എന്താ വരുന്നത്? ഇവിടെ വരുന്നത് ഡിവിഷനാണ്. ഓക്കെ, സോ വൺ സൈഡ് ഇസ് മൾട്ടിപ്ലിക്കേഷൻ, ദി അതർ സൈഡ് ഇസ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്തായിരുന്നു റൂൾ വന്നത്? ഇറ്റ് വാസ് എം പ്ലസ് എൻ. ഇവിടെ വന്നപ്പോൾ റൂൾ എന്താ വന്നത്? എം മൈനസ് എൻ. അപ്പം ആലോചിച്ച് നോക്കി. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ എക്സാമ്പിൾ? നമുക്കൊരു എക്സാമ്പിൾ വാല്യൂ എടുക്കാം. 2 raised to 8 divided by 2 raised to minus 4. ശ്രദ്ധിക്കുക, വാല്യൂ ഞാനൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. 2 raised to 8 divided by 2 raised to minus 4. എത്രയായിരിക്കും വാല്യൂ വരുന്നത്? What will be the value that is coming? എന്ത് വാല്യൂ ആയിരിക്കും വരിക? എന്തായിരിക്കും വരാൻ സാധ്യതയുള്ള വാല്യൂ? യെസ്, നമുക്ക് നോക്കാം. എമ്മിൻ്റെ വാല്യൂ എന്താ വരുന്നത് ഇവിടെ? നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്താ? രണ്ടിൻ്റെയും ബേസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും ബേസ് സെയിം ആണോ? അതെ, ഇതിൻ്റെ വാല്യൂ 2 ആണ്, ഇതിൻ്റെ വാല്യൂ 2 ആണ്. ദറ്റ് മീൻസ് ദാറ്റ് ദ ബേസ് ഇസ് ഗോയിങ് ടു ബി സെയിം. ഒരേ ബേസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ ട്രൈ ടു റൈറ്റ് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. നമുക്ക് മറ്റൊരു രീതിയിൽ ട്രൈ ചെയ്യാം അല്ലേ? സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 2 raised to 8 മൈനസ് എന്ത് വരണം? ഇവിടെ എന്താ വരിക? ഇവിടെ -4 വരും. ശ്രദ്ധിച്ചോ? ഇവിടെ നിങ്ങൾക്ക് എന്താ വന്നത്? ഇവിടെ 8ഉം ഇവിടെ -4ഉം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? യുവർ വാല്യൂ ഓഫ് എം ഇസ് ഈക്വൽ ടു 8 ആൻഡ് എൻ ഇസ് ഈക്വൽ ടു -4. എമ്മിൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 8 ആൻഡ് എൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു -4. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം 8 മൈനസ് ഓഫ് -4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താവും? മൈനസ് ഓഫ് മൈനസ് എന്താവും? ദ വാല്യൂ ഓഫ് മൈനസ് ഇസ് ഗോയിങ് ടു ബി പ്ലസ്. സോ 2 raised to 8 plus 4 which is equal to 2 raised to 12. ഓക്കെ, 2 raised to 8 plus 4 which is equal to 2 raised to 12 എന്നാണ് നമുക്കതിൻ്റെ വാല്യൂ കിട്ടുക. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ ദാറ്റ് ഇസ് ഹൗ ദ ക്വസ്റ്റ്യൻ ഇസ് ടു ബി ഡൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബേസിക് ലോ ഓഫ് എക്സ്പോണൻറ്റ് നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ ചില സമയത്ത് എന്ത് വാല്യൂ വരുന്നുണ്ട്? നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട് അല്ലേ? ചില സമയത്ത് നമുക്ക് പോസിറ്റീവ് വാല്യൂ വരുന്നുണ്ട്, ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പോസിറ്റീവ് വാല്യൂം, എന്താണ് ഈ നെഗറ്റീവ് വാല്യൂം വരുന്നതിൻ്റെ ലോജിക്ക് വരുന്നത്? ഇനി നമുക്ക് അതൊന്ന് നോക്കാം അല്ലേ? വിൽ സീ ദാറ്റ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? നമുക്ക് നോക്കാം. അതായത് വെൻ യു ഹാവ് എ ബേസ് ആൻഡ് വെൻ യു ഹാവ് ടു ദ പവർ ഓഫ് ആൻ എക്സ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ഈ എക്സ്പോണൻറ്റിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ ടൈപ്പ് വാല്യൂസാണ് എനിക്ക് എടുക്കാൻ പറ്റുക? സോ എക്സ്പോണൻറ്റ് ക്യാൻ ഹാവ് 3 different പോസിബിലിറ്റീസ്. 3 different പോസിബിലിറ്റീസാണ് എക്സ്പോണൻറ്റിനുള്ളത്. ഒന്നെന്താണ്? 1 is a പോസിറ്റീവ് വാല്യൂ, അനദർ ഇസ് എ നെഗറ്റീവ് വാല്യൂ, അത് കഴിഞ്ഞാൽ ദർ ഇസ് എ വാല്യൂ ഇൻ ബിറ്റ്വീൻ. അതെന്താണത്? 0. അതായത് നമ്മുടെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നതിന് 3 പോസിബിലിറ്റീസ് ഉണ്ട്. അതെന്താണ്? ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ് വാല്യൂ, ഇറ്റ് ക്യാൻ ബി എ നെഗറ്റീവ് വാല്യൂ, ഓർ ഇറ്റ് ക്യാൻ ബി എ 0. ക്ലിയർ ആയോ? സോ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് നോക്കാം. സോ വെൻ ഐ റൈറ്റ് എ നമ്പർ, സേ ഞാൻ 4 എന്ന നമ്പർ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഐ എം ടേക്കിംഗ് അനദർ നമ്പർ, സേ 3 എന്നൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ 3 to the power of 3 എന്ന് എഴുതുന്നതും അല്ലെങ്കിൽ 3 to the power of 2 എന്ന് എഴുതുന്നതും 3 to the power of -2 എന്ന് എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റിംഗ് 3 to the power of 2 ആൻഡ് 3 to the power of -2? നോക്കുക, 3 to the power of 2ഉം 3 to the power of -2ഉം തമ്മിൽ എന്താണ് വ്യത്യാസം വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് സൈൻ നമുക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവരി നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ ഫ്രാക്ഷൻ. എല്ലാ നമ്പറിനെയും നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും? ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റും. അതായത് സേ നമ്മളിപ്പോൾ 4 എന്ന നമ്പർ എഴുതി, 4 എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ താഴെ നമുക്ക് എന്ത് എഴുതാം? by 1 എന്ന് എഴുതാം അല്ലേ?
ബൈ 1 എന്ന് എഴുതാം. ബൈ 1 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തില്ല, അതെല്ലാ ഫ്രാക്ഷൻസിനും ഡിവിഷൻ ബൈ 1 എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആണ് അല്ലേ. ഡിവിഷൻ ബൈ 1 എന്ന് പറയുന്നത് എല്ലാ ഫ്രാക്ഷൻസിനും എന്താണ്, ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ 4/1 എന്നാണല്ലോ നമ്മളുടെ ഇത് വരുന്നത്. അതേപോലെ ഇവിടെ എന്തുണ്ടാവും, 3/2-നും 3/-2നും ഇവിടെയും ഡിവൈഡഡ് ബൈ 1 ഉണ്ടാവും, ഇവിടെയും ഡിവൈഡഡ് ബൈ 1 ഉണ്ടാവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നെഗറ്റീവ് സൈൻ കളയാനായിട്ട്, അതായത് എക്സ്പോണൻറ്റിൻ്റെ മുകളിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിൽ ന്യൂമറേറ്ററിലുള്ള ആളെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, സോ ന്യൂമറേറ്ററിൽ ആരാ ഉള്ളത്, ന്യൂമറേറ്ററിൽ 3/-2 ആണ്. ഈ ന്യൂമറേറ്ററിൽ നിന്ന് വെൻ it moves to denominator, when it moves to denominator, ഡിനോമിനേറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, when it moves to denominator എന്ത് സംഭവിക്കും, the negative sign disappears. എന്താ സംഭവിക്കുക, നെഗറ്റീവ് സൈൻ എന്ത് ചെയ്യുന്നു, ഡിസപ്പിയർ ചെയ്യുന്നു. നമുക്ക് നോക്കാം നെഗറ്റീവ് സൈൻ എങ്ങനെയാണ് ഡിസപ്പിയർ ചെയ്യുക. സോ വാട്ട് വിൽ ദി ആൻസർ ബിക്കം, ദി ആൻസർ വിൽ ബിക്കം 1/3/2. ശ്രദ്ധിക്കുക, ഇവിടെ 3/-2 എന്നുള്ളതിന് എപ്പോഴും താഴെ എന്തുണ്ടാവും, ഒരു ബൈ 1 ഉണ്ടാവും. ദർ വിൽ ഓൾവേസ് ബി എ ബൈ 1 ഇൻ എവറി നമ്പർ. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നെഗറ്റീവ് സൈൻ കളയാനായിട്ട് ഐ ആം മൂവിങ് ഇറ്റ് ടുവേർഡ്സ് ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ദ വാല്യൂ ഈസ് ഗോയിങ് ടു ബി 1/3/2. ദ വാല്യൂ ഈസ് ഗോയിങ് ടു ബി 1/3/2. ക്ലിയർ ആയോ? അതേസമയം നമ്മൾ ഇവിടെ വയ്ക്കുകയാണെന്ന് വിചാരിക്കുക, നമ്മളിപ്പോൾ ഇതേപോലെ നമ്മൾ മൂവ് ചെയ്യണം. വെൻ ഐ എം മൂവിങ് ദിസ് ഓൾസോ ടു ഡിനോമിനേറ്റർ, ഇതേ സാധനം ഞാൻ ഇവർക്കും ചെയ്യാമെന്ന് വിചാരിച്ചു നോക്കി. അപ്പോൾ എന്താ സംഭവിക്കുക, ഇതേ സാധനം ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്ത് എന്താ സംഭവിക്കുക, ഇതെന്തായി മാറും, 1/3/2. ശ്രദ്ധിച്ചാൽ, അതായത് ന്യൂമറേറ്ററിലുള്ളതിന് ഡിനോമിനേറ്ററിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്ത് മാറി, സൈൻ മാറി. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, തിരിച്ചാണെങ്കിലോ ഒന്ന് അല്ലേ. അതായത് വാട്ട് ഇഫ് ദി ക്വസ്റ്റ്യൻ ഇസ് ഗോയിങ് ടു ബി സംതിങ് ലൈക്ക് ദിസ്. ഞാൻ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ എഴുതാമെന്ന് വിചാരിക്കുക, 1/3/2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഈ 1/3/2 ആൻഡ് 1/3/2 എന്നാണെന്നുണ്ടെങ്കിൽ ഇത് ഈ 3/2 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ 3/2 എന്നത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും, ദിസ് ബിക്കംസ് 3/-2. ക്ലിയർ ആയോ, 3/-2. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഇറ്റ് മൂവ്സ് ടു ഡിനോമിനേറ്റർ എന്ന് മാത്രമല്ല, നമ്മളതിനെ ജനറലൈസ് ചെയ്ത് എങ്ങനെ പഠിക്കും, വെൻ എ നമ്പർ മൂവ്സ് ഫ്രം ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്റർ ഓർ ഡിനോമിനേറ്റർ ടു ന്യൂമറേറ്റർ, ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്കോ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്കോ പോകുമ്പോൾ എന്താ സംഭവിക്കുക, എന്താണ് സംഭവിക്കുക, വാട്ട് വിൽ ഹാപ്പൻ, ദ സൈൻ ഓഫ് ദി എക്സ്പോണൻറ്റ് ചേഞ്ചസ്. ദ സൈൻ ഓഫ് ദി എക്സ്പോണൻറ്റ് ചേഞ്ചസ്. എന്താ മാറുക, സോറി, when the sign of the exponent changes, എക്സ്പോണൻറ്റിൻ്റെ സൈൻ എന്തായിപ്പോവും, ചേഞ്ച് ആയിപ്പോവും. അപ്പോൾ നമുക്കിതിനൊരു സിമ്പിളായിട്ടൊരു ഫൈനലായിട്ടൊരു ഇതുപോലെ പറയാം അല്ലേ. സോ വെൻ എ നമ്പർ മൂവ്സ് ഫ്രം ന്യൂമറേറ്റർ ടു ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ, ഓർ ഡിനോമിനേറ്റർ ടു ന്യൂമറേറ്റർ, ഈ രണ്ടിൽ ഏതിൽ പോകുമ്പോഴും നമുക്ക് എന്ത് പറയാൻ പറ്റും, there will be a sign change that is involved. There will be a sign change involved. അവിടെ എന്തുണ്ടാവും, ഒരു സൈൻ ചേഞ്ച് ഇൻവോൾവ് ആയിരിക്കും. അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ദർ വിൽ ബി എ സൈൻ ചേഞ്ച് ദാറ്റ് വിൽ ബി ഇൻവോൾവ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ടത് തന്നിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് സൈൻ ചേഞ്ച് ഉണ്ടാവും എപ്പോൾ, ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോഴും ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോഴും. ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെയാണ് നമ്മൾ എക്സ്പോണൻസ് മനസ്സിലാക്കി വരുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ വളരെ സിമ്പിളായി പറയാം. ഫിസിക്സിലും കെമിസ്ട്രിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് എന്താ പറയുക, എക്സ്പോണൻസ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഡയറക്റ്റ്ലി വരുന്നത് സയൻറ്റിഫിക് നൊട്ടേഷൻസ് എന്നുള്ളൊരു സ്കീമിലാണ്. അപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷൻസിൽ നോക്കുമ്പോൾ എക്സ്പോണൻറ്റിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും വരാം. സയൻറ്റിഫിക് നൊട്ടേഷനിൽ വരുമ്പോൾ ഉള്ളൊരു അപ്രോച്ച് അല്ല നമ്മളല്ലാത്ത പ്രോബ്ലംസിൽ എടുക്കേണ്ടത്. അപ്പോൾ സയൻറ്റിഫിക് നൊട്ടേഷൻസിൽ വരുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആസ് എ ബോഡി ആസ് എ എന്താ പറയുക ഡെസിമൽ പ്ലേസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നനുസരിച്ചിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഡെസിമൽ പ്ലേസ് എങ്ങോട്ട് മൂവ് ചെയ്യണം, റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ ഡെസിമൽ പ്ലേസ് എങ്ങോട്ട് മൂവ് ചെയ്യണം, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. ഈ നമ്പർ എന്താ ഡിസൈഡ് ചെയ്യുന്നത്, എത്ര പ്രാവശ്യം മൂവ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ലോ ഓഫ് എക്സ്പോണൻസ്, ആദ്യത്തെ ലോ ഓഫ് എക്സ്പോണൻറ്റ് ഡിസ്കസ് ചെയ്തു. ഇതിൽ മൂന്നിലും നമ്മൾ ബേസ് എന്നൊരു കാര്യവും എക്സ്പോണൻ്റ് എന്ന കാര്യവും പഠിച്ചു. അതിനുശേഷം നമ്മൾ ആ കണ്ടീഷൻ പറഞ്ഞു, എന്താണ്, ബേസ് ഷുഡ് ബി ദ സെയിം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത ലോ
പഠിച്ചു, വിച്ച് ഇസ് അഗെയിൻ ദ സെക്കൻഡ് ലോ, വിച്ച് ഇസ് അഗെയിൻ സിമിലർ. ഒന്നെടുത്ത് എ റേസ് ടു എം പ്ലസ് എൻ ആയിരുന്നെങ്കിൽ മറ്റേത് എ റേസ് ടു എം മൈനസ് എൻ എന്ന രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് നെഗറ്റീവ് ആണല്ലോ എക്സ്പോണൻറ്റ്. ചില സ്ഥലത്ത് നെഗറ്റീവ് ആവുന്നു, ചില സ്ഥലത്ത് പോസിറ്റീവ് ആവുന്നു. അപ്പോൾ നെഗറ്റീവ് എക്സ്പോണൻറ്റിൻ്റെ അർത്ഥവും പോസിറ്റീവ് എക്സ്പോണൻറ്റിൻ്റെ അർത്ഥവും കൂടി നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 3.2 ഇൻറ്റു 10⁻², എന്ന് നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കുക. 10⁻⁻2 എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും വേണമെങ്കിൽ ഈ 10⁻²-നെ വേറൊരു രീതിയിലും കൂടെ എഴുതാം. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കളെ, എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? നമ്മളിപ്പോൾ പഠിച്ച പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് 10⁻² എന്നുള്ളതിന് എനിക്കൊന്ന് മാറ്റി എഴുതാം. മുമ്പ് പഠിച്ചതായിട്ട് കണക്ട് ചെയ്തേ, ഒന്ന് പെട്ടെന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ 3⁻10⁻². എങ്ങനെ മാറ്റി എഴുതാം? താഴേക്ക് കൊണ്ടുവരാം അല്ലേ? താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് എന്തായി മാറും? 1/10⁻² എന്നായി മാറും അല്ലേ? 1/10⁻². അപ്പോൾ ദിസ് ഇസ് ഗോയിങ് ടു ബി 3.2 ഇൻറ്റു 10⁻². എന്നതിനെ ഐ ക്യാൻ റൈറ്റ് ആസ് 3.2 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. 3.2 ഡിവൈഡഡ് ബൈ 100ൻ്റെ ആൻസർ എന്താ വരിക? ആലോചിച്ച് നോക്കി, 0.032. ഇനി അപ്പോൾ ഇങ്ങനെ നമുക്കൊരു രീതിയിൽ പറയാം. പിന്നെ നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം. എന്താ അത്? നെഗറ്റീവ് സൈൻ വരുമ്പോൾ പോയിൻ്റ് ലെഫ്റ്റിലോട്ട് ചാടണം. എത്ര പ്രാവശ്യം ചാടണം? 2 തവണ ചാടണം. ഒന്ന് ചാടി നോക്കി. 3.2, ഇതിന് മുമ്പിൽ എനിക്ക് എത്ര 0 ആണ് എഴുതി കൂടെ? സോ ആദ്യത്തെ പടി ചാടിയപ്പോൾ എന്തായി? 0.32. രണ്ടാമത്തെ പ്രാവശ്യം ചാടുമ്പോൾ എന്താവും? 0.032. സോ നമ്മൾ ചാട്ടത്തിൻ്റെ ഈ രീതി നമ്മളെടുത്താലും നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0.032 കിട്ടും. അതല്ലാതെ നമ്മൾ കൃത്യമായി ഈ രീതിയിൽ ചെയ്തു നോക്കിയാലും യു വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് 0.032. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ബേസിക് മാത്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ബേസിക് മാത്തമാറ്റിക്സ് ആണ്. ഈ ബേസിക് മാത്തമാറ്റിക്സിലെ നോളജ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പ്രോബ്ലംസ് ചെയ്യുന്നതിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റീസൺസിലൊന്നാണ് ബേസിക് കാൽക്കുലേഷൻസിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പോണൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയോ? എക്സ്പോണൻസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ബേസിക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നൗ വിൽ ഗോ ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മൾ അടുത്ത് എന്തിലേക്കാണ് പോകാൻ പോകുന്നത്? വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ദ ലോ ഓഫ് എക്സ്പോണൻറ്റ് 3, തേർഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. നമ്മളെന്താ നോക്കുന്നത്? തേർഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. നമ്മൾ എന്താണ് നോക്കുന്നത്? തേർഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് തേർഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ് നോക്കാം. നമ്മൾ ഫസ്റ്റും കണ്ടു, സെക്കൻഡും കണ്ടു. അതോടൊപ്പം കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ചു. ഇനി നമുക്ക് തേർഡ് ലോ ഓഫ് എക്സ്പോണൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ, വാട്ട് ഇസ് ദ തേർഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ്? a raised to m the whole raised to n, a raised to m the whole raised to n, which is equal to എന്താ വരിക? a raised to m plus n ആണോ? a raised to m minus n ആണോ? എന്താ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ. പണ്ട് എവിടെയോ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതോ കാലത്ത്, പണ്ടത്തോ കാലത്ത് നമ്മൾ പഠിച്ച പോലൊരു തോന്നലായിരിക്കും ഉണ്ടാവുക അല്ലേ? അങ്ങനെയാണോ? പണ്ടെപ്പോഴും ആണോ നിങ്ങൾ പഠിച്ചത്? അങ്ങനെയല്ല. നമ്മൾ ശരിയാണ്, പണ്ടാണ് പഠിച്ചത്. ഒരു 3-4 വർഷം പിന്നോട്ട് പോകേണ്ടി വരും. 4 വർഷം പോരാന്ന് തോന്നുന്നുണ്ട്. 7ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? സോ ദി ആൻസർ ഇസ് ഗോയിങ് ടു ബി എ റേസ് ടു എം ഇൻറ്റു എൻ. ശ്രദ്ധിക്കുക, അപ്പം നമ്മളുടെ ഫസ്റ്റ് ലോയിൽ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ ആണ് വന്നത്. സെക്കൻഡ് ലോയിൽ ആരാ വന്നത്? എ റേസ് ടു എം മൈനസ് എൻ. ഇപ്പോൾ ഇവിടെ എന്ത് വന്നു? എ റേസ് ടു എം ഇൻറ്റു എൻ. ക്ലിയർ ആയോ? എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ 3 സാധ്യതകളാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 4 റേസ് ടു 3 ദ ഹോൾ റേസ് ടു 2 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദി ആൻസർ? ദി ആൻസർ ഇസ് ഗോയിങ് ടു ബി 4 റേസ് ടു 3 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 4 റേസ് ടു 6. ക്ലിയർ ആയോ? എല്ലാവർക്കും ഒരു ഐഡിയ വരുന്നുണ്ടോ? ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വരും? അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് 3 ടു ദ പവർ ഓഫ് -3 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു -3. ആലോചിക്കുക, 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു -3. ഇപ്പം എന്ത് വരും? ദിസ് ഇസ് ഗോയിങ് ടു ബി 3 റേസ് ടു 2 ഇൻറ്റു -3 വിച്ച് ഇസ് ഈക്വൽ ടു 3 റേസ് ടു -6. ശരിയല്ലേ? എല്ലാവരും ഒന്ന് നോക്കിയേ, ശരിയല്ലേ? കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? 3 റേസ് ടു 2 ദ ഹോൾ റേസ് ടു -3 എന്ന് പറയുമ്പോൾ 3 റേസ് ടു -6. സോ ദിസ് ഇസ് ദ ബേസിക് ഐഡിയ ഓഫ് തേർഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. ക്ലിയർ ആയോ? തേർഡ് ലോ ഓഫ് എക്സ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ശരിക്കും എല്ലാം കൂടെ ഒന്നിച്ച് നോക്കുമ്പോഴാണ് ശരിക്കും അതിലെല്ലാത്തിൻ്റെയും ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് നോക്കാം? ഫോർത്ത് ലോ ഓഫ് എക്സ്പോണൻറ്റ്. എക്സ്പോണൻറ്റിന് കുറേ ലോസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ലോ ഉള്ള ഒരാളാണ് ഈ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്.
സോ നമ്മൾ ഫോർത്ത് ലോ ഓഫ് എക്സ്പോണൻ്റ് ആണ് നോക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് അഗൈൻ എ റിലേറ്റീവ്ലി എ സിമ്പിൾ തിങ്, കമ്പാരിറ്റീവ്ലി നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കോൺസെപ്റ്റാണ്. സോ വിൽ സി എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഇസ് ഈക്വൽ ടു എ ബി ദ ഹോൾ റേസ് ടു എം. ആ, ഇത് മുന്നത്തെ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? മുന്നത്തെ പോലെ അല്ലല്ലോ ഉള്ളത്, നോക്കി നോക്കി. ആണോ? മുന്നത്തെ പോലെ അല്ലല്ലോ. ഇതല്ലേ വരിക? അതെ, ഇത് മുന്നത്തെ പോലെയാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. നോക്കി നോക്കിയേ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഇസ് ഈക്വൽ ടു എ ബി ദ ഹോൾ റേസ് ടു എം എന്നാണ് കണ്ടത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നമ്മളുടെ ബേസ്. നോക്കിയേ, ദ ബേസസ് ആർ ഡിഫറെൻറ്റ്. എന്താണ്? ദ ബേസസ് ആർ ഡിഫറെൻറ്റ്. എല്ലാത്തിൻ്റെയും ബേസ് വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആരാ സെയിം ആയിട്ടുള്ളത്? ഇവിടെ നമുക്ക് ആരാ സെയിം ആയിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കി. ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദ എക്സ്പോണൻസ് ആർ സെയിം. എന്താ സെയിം ആയിട്ടുള്ളത്? ദി എക്സ്പോണൻസ് ആർ സെയിം. മുന്നത്തെ ലോ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എടുക്കാം, ആ ലോ ഒന്ന് എടുക്കാം. നോക്കി. കണ്ടോ? ഇവിടെ നോക്കിയേ, ഇവിടെ ആരാളുള്ള സെക്കൻഡ് ലോ പഠിക്കുമ്പോൾ എ ആരാ സെയിം ആയത്? ബേസ് സെയിം ആയി. എന്നിട്ട് ആര് മാറി? എക്സ്പോണൻ്റ് മാറി. ഇവിടെ നോക്കിയേ, ബേസ് സെയിം ആണ്, എക്സ്പോണൻ്റ് മാറി. ആ ഒരു വ്യത്യാസം വരുന്നത് നിങ്ങൾ കണ്ടോ? ആ ലോ വന്നപ്പോഴത്തേക്ക്, അടുത്ത ലോ വന്നപ്പോഴത്തേക്ക് ആ ഡിഫറൻസ് വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണ്ടോ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യേണ്ടാവും തോന്നുന്നു അല്ലേ? സോ വിൽ സീ ദാറ്റ് അഗൈൻ. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? വി വിൽ സീ ദാറ്റ്. അപ്പോൾ നമ്മളിപ്പോഴത്തെ ഫോർത്ത് ലോയിലേക്ക് വരുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദ ബേസസ് ആർ സെയിം, ബട്ട് എന്താ മാറുന്നത്? ദി എക്സ്പോണൻസ് ആർ ഡിഫറെൻറ്റ്. സോ മൈ റൂൾ ഇസ് ഗോയിങ് ടു ബി സേ 4 റേസ് ടു 3 ഇൻറ്റു 2 റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ എന്തായിരിക്കും? ശ്രദ്ധിക്കുക, ആരാ മാറിയത്? ദ ബേസസ് ആർ ഡിഫറെൻറ്റ്, but the exponent is same. So what is going to be my answer? My answer is going to be 4 into 2 the whole raised to 3, which is 8 raised to 3. Clear ayo? 4 raised to 3 into 2 raised to 3, which is equal to 4 into 2 the whole raised to 3. ഇതാണ് നമ്മളുടെ എത്രാമത്തെ റൂളാണ് വരുന്നത്? ദാറ്റ് ഈസ് ബേസിക്കലി കോൾഡ് ആസ് യുവർ ഫോർത്ത് ലോ ഓഫ് എക്സ്പോണൻറ്റ്. ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും? ക്ലിയർ ആയോ? യെസ് അല്ലേ? ഓക്കെ, ഫൈൻ, ശരി. ഓൾറൈറ്റ്, ശരി. അപ്പോൾ നമ്മുടെ റൂൾസിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? നൗ വിൽ സീ വൺ മോർ റൂൾ. ഇതേപോലെ തന്നെ നമ്മളുടെ ഒരു ഫിഫ്ത്ത് ലോ ഓഫ് എക്സ്പോണൻറ്റും കൂടെ നമുക്കുണ്ട്. ഓക്കെ, നമുക്ക് എന്തുണ്ട്? ഒരു ഫിഫ്ത്ത് ലോ ഓഫ് എക്സ്പോണൻറ്റും കൂടെ നമുക്കൊന്ന് നോക്കാം. ദ ഫിഫ്ത്ത് ലോ ഓഫ് എക്സ്പോണൻറ്റ്. എന്താണ് ഫിഫ്ത്ത് ലോ ഓഫ് എക്സ്പോണൻറ്റ് വരുന്നത്? വി വിൽ സി എ റേസ് ടു എം ഡിവൈഡഡ് ബൈ ബി റേസ് ടു എം ഇസ് ഈക്വൽ ടു എ ബൈ ബി ദ ഹോൾ റേസ് ടു എം. എന്താ വരുന്നത്? എ റേസ് ടു എം ബൈ ബി റേസ് ടു എം ഇസ് ഈക്വൽ ടു എ ബൈ ബി ദ ഹോൾ റേസ് ടു എം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ദ ബേസസ് ആർ ഡിഫറെൻറ്റ് ബട്ട് ദി എക്സ്പോണൻസ് ആർ സെയിം. ഓക്കെ, നമുക്ക് എന്താ സെയിം വരുന്നത്? ദ ബേസസ് ആർ ഡിഫറെൻറ്റ് but who is same? ആരാ സെയിം ആവുന്നത്? ദി എക്സ്പോണൻസ് ആർ സെയിം. ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും? സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത്, എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്നത് ഫുള്ള് രണ്ട് കാര്യങ്ങളുടെ ബേസിസിലാണ് നിൽക്കുന്നത്. എന്താണ്? ദാറ്റ് ഈസ് ബേസിക്കലി ഓൺ ദ ഐഡിയ ഓഫ് ബേസ് ആൻഡ് എക്സ്പോണൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ 5 ലോസ് പഠിച്ചു അല്ലേ? വി സ്റ്റഡീഡ് അബൌട്ട് 5 ഡിഫറെൻറ്റ് ലോസ്. ഈ 5 ലോൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം കിടക്കുന്നത്. അതോടൊപ്പം തന്നെ എന്തും കൂടെയുണ്ട്? സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ ഈ സയൻറ്റിഫിക് നൊട്ടേഷനും ലോസ് ഓഫ് എക്സ്പോണൻസും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും വലിയൊരു പ്രശ്നം, അതായത് നമ്മൾ ഫിസിക്സിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ ഫിസിക്സിനേക്കാളും അത് കെമിസ്ട്രിയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ആ കെമിസ്ട്രിയുടെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു പോയിൻ്റ് എത്തുമ്പോൾ, ഇപ്പോൾ ആലോചിക്കുക അവോഗാഡ്രോ നമ്പറോ അങ്ങനെ എന്തോ ഒരു നമ്പറില്ലേ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ അല്ലേ? അങ്ങനെ എന്തുവാണ് അതിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അവോഗാഡ്രോ നമ്പർ എന്നിട്ടാണ് അതിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 6.023 × 10⁻23
24 അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, 23 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, സോ 6.023 ഇൻറ്റു 10⁻23 എന്താണ് 10⁻23? 23 പ്രാവശ്യം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ എത്ര വരും? 9.1 ഇൻറ്റു 10⁻31 അങ്ങനെ എന്തോ ആണ്, 10⁻31 -31 കണ്ടില്ലേ, എക്സ്പോണൻറ്റ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് ഇത്ര ഓക്സിജൻ ഉണ്ട്, ഇത്ര എന്താ പറയുക, ഇത്ര ഗ്രാം ഓഫ് ഓക്സിജനിൽ എത്ര മോളക്യൂൾസ് ഉണ്ട്, 4 ഗ്രാം ഓഫ് ഓക്സിജനിൽ എത്ര മോളക്യൂൾ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം? സയൻറ്റിഫിക് നൊട്ടേഷനും എക്സ്പോണൻറ്റും അറിഞ്ഞിരിക്കണം. അതറിയില്ലെങ്കിൽ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കെമിസ്ട്രി അല്ല നമുക്കറിയാത്തത് എന്താ? കെമിസ്ട്രിയൊക്കെ നമുക്കറിയാം, പക്ഷേ നമുക്ക് എന്താ അറിഞ്ഞുകൂടാത്ത മാത്സാണ്. അവിടെയാണ് നമ്മളുടെ വീക്ക്നെസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുന്ന ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് ശരിക്കും കൺഫ്യൂഷൻ വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഫിസിക്സിലും കെമിസ്ട്രിയിലും അല്ല, കൂടുതലും വരുന്നത് എവിടെയായിരിക്കും? മാത്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര ചെറിയ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഫിസിക്സിലാണെങ്കിലും നിങ്ങൾക്ക് റേ ഒപ്റ്റിക്സിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. ഡുവൽ നേച്ചർ ഓഫ് ആറ്റംസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരും അല്ലേ. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് അല്ലേ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൽ വരുന്നു, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൽ വരുന്നു. ഇതിലെല്ലാത്തിലും നമുക്ക് സയൻറ്റിഫിക് നൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്പീഡ് ഓഫ് ലൈറ്റിൽ വരുന്നു 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അവിടെയൊക്കെ നമുക്ക് എന്ത് വരുന്നുണ്ട്? സയൻറ്റിഫിക് നൊട്ടേഷൻസ് വരുന്നുണ്ട്. കാൽക്കുലേഷൻസിൽ എല്ലായിടത്തും നമുക്ക് എന്തുണ്ടാവും? എക്സ്പോണൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ശരിക്കും ഈ പോർഷൻ്റെ ഇമ്പോർട്ടൻസ്, ഞാനിപ്പോൾ ശരിക്കും ചെയ്തത് എന്താ, ഈ പോർഷൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത് അല്ലേ. അല്ലാതെ ഞാൻ പഠിപ്പിച്ചതല്ല, കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് ഞാൻ പഠിപ്പിക്കുകയല്ല ചെയ്തത്, ഞാൻ നിങ്ങൾക്ക് ഈ പോർഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരികയാണ് ചെയ്തത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കാം അല്ലേ. നോക്കട്ടെ അല്ലേ, വിൽ ഡു സം മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ ഫൈൻ. നമുക്കപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ഞാൻ കുറച്ച് തരട്ടെ, എല്ലാവരും ചെയ്ത് നോക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് നോക്കാം അല്ലേ. വിൽ സി. -4 the whole raised to 4 into 5/4 the whole raised to 4. 5/4 the whole raised to 4. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പഠിച്ച 5th ലോ ഓഫ് എക്സ്പോണൻറ്റുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണിത് അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5th ലോയും 3rd ലോയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ശരിക്കും ഇതിൽ വരിക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ, എന്താ നിങ്ങൾക്ക് അതിന് ആൻസർ വരിക നമുക്കൊന്ന് നോക്കാമല്ലോ. -4 the whole raised to 4 into 5/4 the whole to the power of 4. ഒന്ന് ചെയ്ത് നോക്കിയാൽ ഞാനൊരു സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് സമയം തരാം. ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുക, ഒന്ന് ആലോചിച്ച് നോക്കൂ. യെസ്, -4 the whole to the power of 4 അല്ലേ. -4 the whole to the power of 4. ഞാൻ കുറച്ച് ക്ലൂ തരാം. -4 എനിക്ക് എങ്ങനെ എഴുതാം? -1 × 4 എന്ന് എഴുതാം. എഴുതിക്കൂടെ? വേണമെങ്കിൽ എനിക്ക് അങ്ങനെ എഴുതാം അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? -1 × 4 എന്ന് എഴുതാം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ. നമ്മൾ പഠിച്ച റൂൾ ഏതാണ് ഞാൻ നോക്കുന്നത്? ഐ എം ഗോയിങ് ഫോർ 4th റൂൾ അല്ലേ. അതിൽ എൻ്റെ വാല്യൂ, ബീൻ്റെ വാല്യൂ, അപ്പോൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. 4th റൂൾ വരുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ കാണുന്നില്ലല്ലോ. യെസ്, ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് -1 × 4 the whole to the power of 4 എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? I can write it as -1 the whole raised to 4 into 4 the whole raised to 4 അല്ലേ. -1 × whole raised to 4 into 4 the whole raised to 4 into 5 raised to 4 divided by 4 raised to 4. എഴുതാൻ പറ്റില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്? എങ്ങനെ ഞാനിങ്ങനെ എഴുതിയേ? കൺഫ്യൂഷനായോ? കാരണം നമ്മൾ പഠിച്ച റൂളിൻ്റെ റിവേഴ്സാണ് ഞാൻ എഴുതിയത്. നമ്മൾ പഠിച്ച റൂൾ എന്താണെന്നറിയോ? നമ്മൾ പഠിച്ച റൂള് ഞാൻ എഴുതാം അവിടെ. A raised to m into b raised to m is equal to ab the whole raised to m. എന്നാലോചിച്ച് നോക്കിയേ, ശ്രദ്ധിച്ചാ? നമ്മൾ പഠിച്ച റൂളിനെ ഞാൻ തിരിച്ചെഴുതിയത്. അപ്പോൾ എന്തായി? ab the whole raised to m is equal to a raised to m into b raised to m. ക്ലിയർ ആയോ?
I hope it is clear. So minus 1 the whole raised to 4, minus 1 into minus 1 into minus 1 into minus 1. So the answer is going to be 1. 4 raised to 4 അങ്ങനെ നിൽക്കുന്നു, 4 raised to 4, 5 raised to 4 അവിടെ നിൽക്കുന്നു, ഡിവൈഡഡ് ബൈ 4 raised to 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4 raised to 4ഉം 4 raised to 4ഉം നമ്മൾ എനിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. സോ വാട്ട് ഇസ് മൈ ആൻസർ ഗോയിങ് ടു ബി 5 to the power of 4. ക്ലിയർ ആയോ? മൈ ആൻസർ ഇസ് ഗോയിങ് ടു ബി 5 to the power of 4. ക്ലിയർ അല്ലേ? So we are discussing basic mathematics on exponents. We are discussing basic mathematics on exponents. Clear ആയോ മക്കളെ? അപ്പോൾ ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? യെസ്. ക്ലിയർ ആയോ? സോ ഷൽ ഐ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 2 raised to minus 3 ഇതാ നടക്കുന്നു. 2 raised to minus 3 the whole square into 3 raised to minus 2 the whole cube. വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? 2 raised to minus 3 the whole square into 3 raised to minus 2 the whole cube. ഒന്ന് ചെയ്ത് നോക്കിയേ. സിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്ന ടോപ്പിക്കാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ഡിസ്കസിങ് ബേസിക് മാത്തമാറ്റിക്സ് ആസ് പെർ ദ റിക്വയർമെൻറ്റ് ഫ്രം മെനി സ്റ്റുഡൻസ്. ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത്. സോ വിൽ ബി പുട്ടിങ് ഓൺ സം ബേസിക് മാത്തമാറ്റിക്സ് ക്ലാസ്സസ് ഓൾസോ. 2 raised to minus 3 in the whole square into 3 raised to minus 2 the whole cube. ഓക്കെ, കുറച്ച് പേർക്ക് സമയം തന്നു. സോ വാട്ട് ഈസ് ദ റൂൾ ദറ്റ് ഐ എം അപ്ലൈയിങ്? എ raised to m the whole raised to n ഇൻറ്റു അല്ലേ, ഇതെന്ത് തന്നെ വരും, നമുക്ക് വേറൊരു സാധനം, അതേ ഫോർമുല തന്നെയാണ്. രണ്ട് കേസിലും നമ്മൾ എന്ത് ഫോർമുല തന്നെ യൂസ് ചെയ്യേണ്ടത്? ഈ കാണുന്ന ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. യെസ് മെഹറിൻ. നമുക്ക് നോക്കാം എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. വിൽ സി 2 raised to minus 3 into 2 അല്ലേ? 2 raised to minus 3 into 2 into 3 raised to minus 2 into 3. അങ്ങനെയല്ലേ റൂൾ വരുന്നത്? a raised to m the whole raised to n, a raised to m the whole raised to n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? we are supposed to write the answer as a raised to m into n. we are supposed to write the answer as a raised to m into n. ഇവിടെ a അങ്ങനെ തന്നെ വയ്ക്കുന്നു. എൻ്റെ സ്ഥാനത്ത് ആര് വന്നു? 2 വന്നു. എൻ്റെ സ്ഥാനത്ത് ആര് വന്നു? 2 വന്നു. അപ്പോൾ എന്തായി? മൈനസ് 3 ഇൻറ്റു 2 എങ്ങനെ വരും? മൈനസ് 3 ഇൻറ്റു 2 എം ഇൻറ്റു എൻ. ക്ലിയർ ആയോ മക്കളെ? എം ഇൻറ്റു എൻ. സോ 2 raised to minus 3 ഇൻറ്റു 2 എന്നാണ് വരുന്നത്. സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി 2 raised to minus 6 ഇൻറ്റു. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് വരുന്നു? 3 raised to minus 2 the whole raised to 3, a raised to m into n അല്ലേ? a raised to m into n. So minus 2 into 3. So what is the answer going to be? 3 raised to minus 6. So your answer is going to be what? 2 raised to minus 6 into 3 raised to minus 6. അതേ എടുക്കണം. അടുത്തൊരു ആൻസർ ഓപ്ഷൻ വരുന്നു. എനിക്കിത് വേറൊരു റൂളായിട്ട് കണക്ട് ചെയ്യാം അല്ലേ? എടാ മെഹറിൻ അതിൻ്റെ ആൻസറൊക്കെ നേരത്തെ കണ്ടുപിടിച്ചു. ഞാനൊക്കെ ഭയങ്കര സ്ലോ ആണ്, മെഹറിനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. സാരല്ല, ഒരാൾ നല്ല സ്പീഡായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ? ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 6 the whole raised to minus 6. ഏത് റൂളാണ് ഉപയോഗിച്ചത്? a raised to m, b raised to m can be written as ab the whole raised to m എന്ന റൂളാണ് നമ്മളുടെ. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി 6 the whole raised to minus 6. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ഷാൽ വി ഡു സം മോർ ക്വസ്റ്റ്യൻസ്? ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, ശരിയാണോ തെറ്റാണോ എന്നൊന്ന് പറയണേ. മൈനസ് 10 ഇൻറ്റു മൈനസ് 10 ഇൻറ്റു മൈനസ് 10 ഇൻറ്റു മൈനസ് 10 ഇസ് ഈക്വൽ ടു 10 raised to minus 4. ശരിയാണോ? whether the statement is true or false. Whether the statement is true or false. Minus 10 into minus 10 into minus 10 into minus 10 എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 10 raised to minus 4 എന്നുള്ളത് ശരിയാണോ തെറ്റാണോ? യെസ്, ഇറ്റ് ഈസ് റിലേറ്റീവ്ലി എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അതെ, നമുക്കത് എന്താ പറയാൻ പറ്റുക? ഫോൾസ് ആണ് അല്ലേ? കാരണം 10 raised to minus 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല വരേണ്ടത്.
10⁻⁴ എന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയായിരുന്നു ഇത് വരേണ്ടത്? ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് 10⁻⁴ വരാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് തിരുത്തി പറയേണ്ടത്? ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആൻസർ പറയുന്ന പോലെ തന്നെ ബുദ്ധിമുട്ടാണ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ക്യാൻ ഐ, ഈ മൈനസ് അതിൻ്റെ സ്ഥലം ഒന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് 10⁻⁴. ഒന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെ എനിക്ക് കിട്ടാൻ പറ്റുക? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തുകൊണ്ട് തെറ്റായി എന്നാണ്, അല്ലേ? എപ്പോഴാണ് നമുക്കത് കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും ഒന്ന് ആലോചിക്കുക. വീഡിയോ പോസ് ചെയ്യുക, ആലോചിക്കുക. റെക്കോർഡായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, ആലോചിക്കുക. എന്താ ചെയ്യാൻ പറ്റുക? സിമ്പിൾ അല്ലേ? 10⁻⁻1 ഇൻറ്റു 10⁻⁻1 ഇൻറ്റു 10⁻⁻1 ഇൻറ്റു 10⁻⁻1 എന്നാണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക? 10⁻⁻4 കിട്ടുക, അല്ലേ? കാരണം ഈ മൈനസ് എവിടെയുള്ളത്? ഈ മൈനസ് ഉള്ളത് എക്സ്പോണൻറ്റിലാണോ? അല്ല, മൈനസ് ഉള്ളത് എവിടെയാണ്? ബേസിലാണ്. അപ്പോൾ -10 എന്ന നമ്പർ മാത്രം എഴുതി കഴിഞ്ഞാൽ അതിന് എക്സ്പോണൻ്റ് ഇല്ലേ സാറേ? ഇപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ? ഈ -10 മാത്രം എഴുതി അതിന് എക്സ്പോണൻ്റ് ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെയൊന്നും ആലോചിക്കുക, അതൊരു പ്രശ്നമാണല്ലോ, അല്ലേ? -10 മാത്രം എഴുതി കഴിഞ്ഞാൽ എക്സ്പോണൻ്റ് ഇല്ലേ? യെസ്, അതിനും ഉണ്ടൊരു എക്സ്പോണൻ്റ്. എന്താണ് ആ വാല്യൂ? 1. എന്താണ് ആ വാല്യൂ? 1. അതായത് ഒരു നമ്പറിൻ്റെ മുകളിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ എക്സ്പോണൻ്റ് എന്താ? 1 ആണ്. ക്ലിയർ ആയോ? ഒരു നമ്പറിൻ്റെ മുകളിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇപ്പോൾ ഇവിടെ -10 കിടക്കുമ്പോൾ ഈ മൈനസ് സൈൻ എവിടെയുള്ളത്? ഇറ്റ് ഇസ് ഇൻ ദ ബേസ്. പക്ഷേ എവിടെ വന്നാലാണ് എനിക്ക് 10⁻⁴ കിട്ടുള്ളൂ? ഫോർ ഇറ്റ് ടു കം ഇൻ ദി, ഇറ്റ് ഷുഡ് കം ഇൻ ദ എക്സ്പോണൻറ്റ്. ആ വ്യത്യാസം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ക്ലിയർ ആയല്ലോ അല്ലേ? This statement is false. Okay, now we can see this one. ഇതൊന്ന് മനസ്സിലാക്കട്ടെ, ഇതിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് യു ഷുഡ് ഓൾസോ റിമെമ്പർ ദിസ് വൺ. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിയാലോ? വിൽ സീ വൺ മോർ ക്വസ്റ്റ്യൻ. കുറച്ച് വലുതാക്കാം അല്ലേ? മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒക്കെ ആൾക്കാരെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കാം. -2³ ഇൻറ്റു -2⁻⁻7 divided by 3 into 4⁻6. Yes, 3 into 4⁻6. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കി. ക്വസ്റ്റ്യൻ മാറ്റിയിട്ടില്ല, അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത തോന്നിയുകൊണ്ട് ഞാൻ രണ്ടാമത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കി നോക്കിയേ. നോക്കി നോക്കിയേ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. -2³ into -2⁻⁻7 divided by 3 into 4⁻6. ഇന്ന് വർക്കൗട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എങ്ങനെ നമുക്കത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുക? -2³ അല്ലേ ഇൻറ്റു -2⁻⁻7 എന്ന് മാത്രം പറയുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -2⁻10. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ എങ്ങനെയാണ് അത്ര എഴുതിയെന്ന്? ഞാൻ ഒരുപാട് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തതാണോ? അല്ല. കാരണം എന്താ? ഇവിടെ ബേസ് എന്താ? -2. ഇവിടെ ബേസ് എന്താ? -2. സോ -2 വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്തായി? ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് -2⁻10. ക്ലിയർ ആയോ? ഫൈൻ. ഇനി നമുക്ക് നോക്കാവുന്ന അടുത്ത കാര്യം -2⁻10 എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് എത്താം. ഈ ഒരു പോയിൻ്റ് എല്ലാവരും ഓർക്കുക. ഇനി ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത് നോക്കാം. നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കണ്ടേ അല്ലേ? വി വിൽ ട്രൈ ടു സിംപ്ലിഫൈ ദ ഡിനോമിനേറ്ററിൽ എന്താ വരുന്നത്? 3 ഇൻറ്റു എന്താ വരുന്നത്? 4⁻6 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ 2 ആണല്ലോ, ഇവിടെ 4 ആണ്. ഈ 2ഉം 4ഉം തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? ആലോചിക്ക്. 2ഉം 4ഉം തമ്മിലൊരു ചെറിയ ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ്? ദ റിലേഷൻഷിപ്പ് ഇസ് 2² = 4. ദ റിലേഷൻഷിപ്പ് ഇസ് 2² = 4. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒന്ന് മാറ്റി എഴുതുന്നു. 2² എന്നാക്കി. ഞാൻ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? അതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായി കുടുങ്ങുന്ന സ്ഥലങ്ങൾ. മനസ്സിലായോ? ഇതൊക്കെ കുടുങ്ങുന്ന സ്ഥലമാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയൊക്കെ പ്രോബ്ലത്തിൻ്റെ ലാസ്റ്റ് പോർഷനാണിത്. ഓക്കെ, ഒന്ന് നോക്കി നോക്കിയേ.
എന്തിനാണ് ഞാനിങ്ങനെ ചെയ്തത്? എന്നാലേ എനിക്ക് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം. 2^2 എന്ത് വരും? 3 അവിടെ തന്നെ നിൽക്കട്ടെ. 3 ഒന്നും ചെയ്യാനില്ലല്ലോ, അപ്പോൾ ആ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുക. ലെറ്റ് ഇറ്റ് ബി ദെയർ. അപ്പോൾ നോക്കുമ്പോൾ 2^2 എന്തായി? 2^12. അതെങ്ങനെ മനസ്സിലായി 2^12 എന്നുള്ളത്? a^m which is a^m into n. a^m is equal to a^m into n. So that is going to be what? 2^12 എന്ന് വരുന്നു. So we will say -2^10 divided by 3 into 2^12. അപ്പോൾ നമ്മളിനി അടുത്തൊരു സംശയം വരും, ഈ മൈനസ് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ -2 ആണ്. ബേസിൻ്റെ കാര്യം നോക്കുമ്പോൾ -2 ഉണ്ട്, ഇവിടെ +2 ഉണ്ട്. അപ്പോൾ എനിക്കിതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഞാൻ ആദ്യം ചെയ്തൊരു ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. -4 എന്ന് പറഞ്ഞാൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? -4^3 എന്ന് പറയുമ്പോൾ ഞാൻ എന്താ എഴുതിയത്? -1 അങ്ങനെയല്ല, ഹോൾ സ്ക്വയർ എന്നായിരുന്നു ക്വസ്റ്റ്യൻ അല്ലേ? എന്നിട്ട് എന്താ എഴുതിയത്? -1 × 4 എന്ന് എഴുതി. എന്നിട്ട് എന്താ എഴുതി? -1 × എന്നാക്കി. ഓർക്കുന്നുണ്ടോ? അത് പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു അല്ലേ? അപ്പം അങ്ങനെ നോക്കിയാൽ -1 × 4² എന്നാവുന്നു അല്ലേ? -1 × 4². അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് വാട്ട് ക്യാൻ വി സേ? നമുക്ക് എന്ത് പറയാൻ പറ്റും? -1 വിൽ ബിക്കം 1 ആൻഡ് ദിസ് ബിക്കംസ് 4². സിമിലർലി ഇവിടെ എനിക്ക് മാറ്റി എഴുതാം. എങ്ങനെ എനിക്ക് ഇവിടെ മാറ്റി എഴുതാൻ പറ്റുക? ഇതിപ്പോൾ എൻ്റെ പിന്നിലായിപ്പോയി ഞാൻ എഴുതണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി എഴുതാം. ആ സ്ഥലം ഒന്ന് മാറ്റാം. ഈ സാധനത്തിന് ഞാൻ നിങ്ങൾ മാറ്റി എഴുതുന്നുണ്ട്. -2^10 എന്നുള്ളതിനെ ഞാൻ എങ്ങനെ മാറ്റി എഴുതും? I will write it as -1 × 2^10 അല്ലേ? -1 × 2^10 അല്ലേ? കാരണം എന്താ? -2 എന്നുള്ളത് ഇങ്ങനെ എഴുതാമല്ലോ. ഇനി എന്ത് എഴുതാം? a × b^m എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? a^m × b^m. അപ്പോൾ നമുക്ക് എന്താ? -1^10 × 2^10 എന്ന് മാറ്റി എഴുതാം. So I will rewrite this one. -1^10 × 2^10 divided by 3 × 2^12. Now this is going to be equal to 1. കാരണം എന്താ? -1^10 is 1. Now ഇതെന്ത് വരും? Again I can apply some rules അല്ലേ? ഞാൻ കുറച്ച് റൂൾസും കൂടെ അങ്ങ് അപ്ലൈ ചെയ്യാം. കുറച്ച് സ്ഥലം ഉണ്ടാക്കട്ടെ. ഓക്കെ. സോ 2^10. അപ്പോൾ ഇത് ഫൈനലി വരുമ്പോൾ നമുക്ക് വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? 2^10 divided by 2^12 അങ്ങനെയാണ് വരുന്നത് അല്ലേ? 2^10 divided by 2^12. So which is going to be 2^10 - 12 which is equal to, ഇതേതാ റൂൾ ഇപ്പോൾ ഞാൻ എഴുതിയത്? ഈ റൂൾ എന്താ വരുന്നത്? a^m by a^n. a^m by a^n is equal to a^m - n. So this is going to be 2^-2. 2^-2. താഴെ ഡിനോമിനേറ്ററിൽ ആര് ബാക്കിയുണ്ട്? ഒരു 3 ബാക്കിയുണ്ട്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി യുവർ ആൻസർ. ക്ലിയർ ആയോ? ഇനി -2 കളയണം എന്നാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ -2 എനിക്ക് കളയണം എന്ന് വിചാരിക്കുക. സോ മൈ ആൻസർ ഇസ് ആസ് ഓഫ് നൗ 2^-2 divided by 3. ഇവിടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. 2^-2 divided by 3 എന്നാണ് വരുന്നതെങ്കിൽ ഐ ക്യാൻ ആക്ച്വലി റീറൈറ്റ് ദിസ് ആസ് 1/3 × 2² എന്ന് മാറ്റി എഴുതാം അല്ലേ? 1/3 × 2². എന്തുകൊണ്ടാണ് എനിക്ക് 1/3 × 2² എന്ന് എഴുതാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് 1/3 × 2² എന്ന് എഴുതാൻ പറ്റുന്നത്? വൈ ആം ഐ ഏബിൾ ടു റൈറ്റ് ലൈക്ക് ദാറ്റ്? ബിക്കോസ് 2^-2 താഴേക്ക് വരുമ്പോൾ സൈൻ ചേഞ്ച് ആവും. ക്ലിയർ ആയോ? ഇത്തിരി കൺഫ്യൂസിങ് ആണ്. എങ്കിലും ഇത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് നന്നായി തന്നെ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ ഒരു ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. എല്ലാവർക്കും ക്ലിയർ ആണോ ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്? ഡു യു തിങ്ക് ദിസ് വിൽ ഹെൽപ്പ് യു ഇൻ ഡൂയിങ് പ്രോബ്ലംസ്? നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും തോന്നുന്നുണ്ടോ? ഓക്കെ, സോ ഐ തിങ്ക് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ബേസിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് ഇറ്റ് ഹാസ് ബീൻ ക്ലിയർ ഫോർ യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ആൻഡ് ഐ വിൽ ബി സീയിങ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഒരു സെക്കൻഡ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ? ഓൾ റൈറ്റ്, ഫൈൻ. ശരി ശരി ശരി. ഓക്കെ, യെസ് യെസ്.
ഓൾ റൈറ്റ്, ഇപ്പോഴാണ് നിങ്ങളുടെ ചാറ്റ് കണ്ടത്. ചാറ്റ് ചില സമയത്ത് ഭയങ്കര സ്ലോ ആണ് കേട്ടോ, നമ്മൾ ഈ വിചാരിക്കുന്ന സ്പീഡിലൊന്നും ചാറ്റ് കിട്ടില്ല. സോ ഐ ഹോപ്പ് ഇറ്റ് ഹാസ് ബീൻ ക്ലിയർ ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ ഫൈൻ, താങ്ക് യു.